നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ജമ്മുകശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളുമായുള്ള സഖ്യസാധ്യതകൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾക്കാണ് ഇരുവരും കശ്മീരിലെത്തിയത്. അതേസമയം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ജമ്മുകശ്മീരിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി തുടരുകയാണ്. സമാന മനസ്കരായ പാർട്ടികളുമായി സഖ്യമാകാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. 10 വർഷത്തിനു ശേഷം നടക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതൃത്വവുമായും സഖ്യസാധ്യതയുള്ള പാർട്ടികളുമായും നേരിട്ട് ചർച്ചകൾക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ജമ്മു കാശ്മീരിലെത്തിയത്. ശ്രീനഗറിൽ പാർട്ടി പ്രവർത്തകരെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുന്നത് കോൺഗ്രസിന്റെ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് PCCയുടെ ശ്രമം. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് PDP പാർട്ടികളുമായുള്ള സഖ്യസാധ്യത കോൺഗ്രസ് തേടുന്നുണ്ട്. ഇരു പാർട്ടികളുടെയും നേതാക്കളുമായി കൂടിക്കാഴ്ചയുണ്ടാകുമോ എന്നതും രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നു. സഖ്യമായി മത്സരിക്കാനാണ് താൽപര്യമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് കാശ്മീരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടരുകയാണ്. 90 മണ്ഡലങ്ങളുള്ള ജമ്മു കാശ്മീരിൽ എത്ര സീറ്റിലേക്ക് കോൺഗ്രസ് മത്സരിക്കുന്നതെന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടില്ല. ആന്റണി MP ഉൾപ്പെടുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ജമ്മുകശ്മീരിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച തുടരുകയാണ്. അതേസമയം കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് ഗുലാം നബി ആസാദ് പ്രതികരിച്ചു. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 എന്നീ തീയതികളിലായി 3 ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി.